നേരത്തെ പറഞ്ഞു അഭിനയത്തിന്റെ കാര്യം പറഞ്ഞു. അഭിനയത്തിനുള്ള കമ്പം എങ്ങനെയാണ്? എനിക്ക് അഭിനയിക്കാൻ ശരിക്കും കോൺഫിഡൻസ് ഇല്ല. ചിലപ്പോൾ അറിയാമായിരിക്കാം, പക്ഷെ കോൺഫിഡൻസ് ഇല്ല. എനിക്ക് കുറച്ച് ആൾക്കാരോട് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മറ്റേ എന്താ പറയാ ഇരുന്നാണോ സംഭവം വരും. പക്ഷെ ഞാനൊരു പടത്തിൽ അഭിനയിച്ചു സമൂഹത്തിലൂടെ അയൽവാസി എന്ന് പറഞ്ഞിട്ട് അതിനകത്തുണ്ടായിരുന്നല്ലോ. അപ്പൊ എനിക്ക് തോന്നി ഞാൻ കൂടുതൽ ഇതിനെ കുറിച്ച് പഠിക്കണം. അതായത് എനിക്ക് ഇതിനെ കുറിച്ച് അറിയില്ല കാരണം അതിലുള്ള ആൾക്കാരൊക്കെ ഞാൻ അന്ന് ആ മൂവിയുടെ സമയത്ത് പോകുമ്പോഴും ഇപ്പൊ അമേരിക്കയുടെ കൂടെ നടക്കുമ്പോഴൊക്കെ അതിന്റെ എഫേർട്ടും അവർ ചെയ്യുന്ന ഹാർഡ് വർക്കൊക്കെ ഒരുപാടാണ്. ഞാനിപ്പോ ചെയ്യുന്ന സോഷ്യൽ മീഡിയ അല്ല, അത്രയും പൊട്ടൻഷ്യലും അത്രയും ടാലന്റും അത്രയും ഹാർഡ് വർക്ക് ആയിട്ട് അതില് പാഷനേറ്റ് ആയിട്ട് ഇരിക്കണം. എനിക്ക് പാഷനേറ്റ് ആയിട്ട് ഞാൻ അതിലേക്ക് പോയി കഴിഞ്ഞാല് എന്റെ വീട്ടുകാര് ചില സമയത്ത് പട്ടിണി നിൽക്കുമ്പോൾ അതുകൊണ്ട് എനിക്ക് സമയം കിട്ടിയിട്ടില്ല. കാരണം അതിൽ എനിക്ക് അഭിനയം പഠിക്കാൻ പോകണമെന്ന് ആഗ്രഹമുണ്ട്. അതെനിക്കറിയാം, കാരണം അതിലേക്ക് കയറി കിട്ടി കഴിഞ്ഞാൽ എന്തൊരു അടിപൊളിയല്ലേ. അല്ല ഇപ്പൊ കിട്ടുന്ന വരുമാനം എല്ലാം ഇത് വെച്ചിട്ടുള്ള എനിക്ക് ഈ പരിപാടി എനിക്ക് നല്ലത്. അല്ല ഇപ്പൊ കിട്ടുന്ന വരുമാനം അഭിനയത്തിനും പോകുമ്പോ കിട്ടില്ല, ദുബായി കിട്ടുന്ന വരുമാനമൊന്നും കിട്ടില്ല. പക്ഷെ എന്നാലും ഒരു പാഷനല്ലേ. അതാണ് ഇപ്പൊ കിട്ടുന്ന അത്ര അല്ല ഇപ്പൊ കിട്ടുന്ന സുഖമായ ജീവിതം കൂടെയാണ്. അത് വെയിലത്ത് ഇറങ്ങിയിരിക്കണം ഷൂട്ടിന്, അതൊന്നും പ്രശ്നമില്ല. ഷൂട്ടിപ്പോ പോകുമ്പോൾ ഞാനിവിടെ വെയിലത്ത് ഓടിയിട്ട് പണി തന്നു കഴിഞ്ഞാൽ അപ്പൊ റോട്ടിലിട്ട് ഓടാനും എന്തിനും റെഡിയാ. പണി കഴിയുന്ന പോലെ നമ്മൾ അവിടെ ജോലിക്കാരനായി മാറുവാണ് അല്ലേ. ഈ ജോലിക്കാരനായി മാറുമ്പോൾ ഇപ്പൊ നേരത്തെ പറഞ്ഞപ്പോ എന്റെ കൂടെ കുറെ ആളുകളുണ്ടായിരുന്നു ഒരുമിച്ച്. ഇപ്പൊ ഒരാളെ കൊണ്ട് നടക്കണില്ല എന്ന് പറഞ്ഞു. ഒറ്റയ്ക്കെല്ലാം മാനേജ് ചെയ്യാൻ പറ്റുമോ? ഒരു സമയം അതുപോലെ വിളിച്ചാൽ ചിലപ്പോൾ ഫോൺ കിട്ടില്ല, ചിലപ്പോൾ ഷൂട്ടിലായിരിക്കും, അപ്പോൾ ചിലപ്പോൾ ഒരു വർക്ക് പോകും. അപ്പോൾ ഒരാൾ ഫോൺ എടുക്കാനെങ്കിലും വേണ്ടേ? ഞാനിപ്പോ ഒരാളെ കൂടെ എടുത്തിട്ടുണ്ട്. ഫഹദ് എന്ന് പറഞ്ഞിട്ട് എന്റെ ഒരു വീഡിയോഗ്രാഫർ കം മാനേജറായിട്ട് ഞാൻ ഒരാളുടെ പേഴ്സണലായിട്ട് എടുത്തിട്ടുണ്ട്. അവനാണ് ഇപ്പൊ എന്റെ വീഡിയോസും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഇതിനെ കുറിച്ച് ചിന്തിച്ച് അവനാണ് ഇപ്പോ എല്ലാം ചെയ്യുന്നത്. ഇവിടെ പ്രാഞ്ചേട്ടന്മാരുണ്ടോ? പ്രാഞ്ചേട്ടന്മാരല്ല, എല്ലാവരും അവരുടെ സന്തോഷം അവരുടെ ആഗ്രഹങ്ങളാണ് ചെയ്യുന്നത്. അതായത് എന്താ പറയാ, ഇപ്പൊ എനിക്ക് എന്റെ ആഗ്രഹം എന്ന് പറയില്ലേ കാർ മേടിക്കണം എന്നുള്ളത്. എല്ലാ ആൾക്കാർക്കും ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ചില ആൾക്കാർ ബിസിനസ്മാൻ ആക്കും. അപ്പൊ അവർക്ക് കിട്ടാത്തതിൽ അസുഖമുള്ളവരോ അവർക്ക് കിട്ടാത്ത മറ്റൊരു അസുഖമുള്ളവരുണ്ടാവും. അസുഖം ഉണ്ടാവില്ല, അവർക്ക് കിട്ടാത്തത് കിട്ടാൻ വേണ്ടിട്ട് അവർ നടക്കുന്നു. ഇപ്പൊ എനിക്ക് കിട്ടാത്ത കാറാണ്, ഞാൻ കിട്ടാൻ വേണ്ടി ചിലപ്പോ അവർക്ക് കിട്ടാത്ത ഫെയിം ആയിരിക്കില്ല, അപ്പൊ അവർ ഫെയിമിന് വേണ്ടി നടക്കുന്നു. അത് പ്രാഞ്ചേട്ടല്ല, അത് ഓരോ ആഗ്രഹങ്ങളാണ്. നമ്മളത് കുറ്റം പറയുമ്പോഴാണ് പ്രാഞ്ചേട്ടനായി മാറുന്നത്, പൊട്ടനായി മാറുന്നത്, ആക്രാന്തനായി മാറുന്നത്. നമ്മൾ പറയുമ്പോൾ അതൊക്കെ ഓരോ ആഗ്രഹങ്ങളാണ്, ആഗ്രഹങ്ങൾ മാത്രമാണ്. നേരത്തെ പറഞ്ഞ ഏറ്റവും കൂടുതൽ പണം കിട്ടിയ സമയം ഏറ്റവും വലിയ ഗിഫ്റ്റ് കിട്ടിയത് എവിടെന്നാണ്? ഏറ്റവും വലിയ ഗിഫ്റ്റ് കിട്ടിയത് ഓർമ്മയില്ല. ഒത്തിരി കിട്ടിയോണ്ട് ഓർമ്മയില്ലാത്താണോ? അല്ല, ഞാനങ്ങനെ ഗിഫ്റ്റിനോട് അങ്ങനെ ചിലപ്പോൾ ഒരു ഗിഫ്റ്റ് തരുമല്ലോ നമുക്ക്. ആദ്യകാലത്തൊക്കെ കൂടുതൽ ഗിഫ്റ്റുകളൊക്കെ ആയിരിക്കും തരുന്നത്, പൈസക്കപ്പുറത്തെ ഗിഫ്റ്റുകളായിരിക്കും തരുന്നത്. എന്റെ 21ാമത്തെ വയസ്സിൽ ഒരാൾ എനിക്ക് ഗിഫ്റ്റ് തന്നിട്ടുണ്ടായി. 21 വയസ്സായതുകൊണ്ട് ആണോ? വന്നിട്ട് തൃശ്ശൂർ. ആൺകുട്ടിയോ പെൺകുട്ടിയോ? പെൺകുട്ടി. ആ പെൺകുട്ടി ഇപ്പൊ കാണാറുണ്ടോ? ഇല്ല. അത് കല്യാണം കഴിച്ചപ്പോൾ വൈഫിന്റെ അടുത്ത് പറഞ്ഞോ എനിക്ക് നമ്മൾ തൃശ്ശൂർ റൗണ്ടിൽ വന്നിട്ട് 21 ഗിഫ്റ്റ് തന്നു? 21 ഗിഫ്റ്റ് ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ അതിൽ എന്തെങ്കിലും? ഇല്ല, അതൊക്കെ പോയി. ഒത്തിരി സന്തോഷം, കുറെ കാര്യങ്ങൾ പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ബുദ്ധിമുട്ടുണ്ടായോ? അല്ല, കുറച്ച് കാര്യങ്ങൾ പറയാൻ പറ്റിയെന്ന് തോന്നുന്നു. ഞാൻ ഇപ്പോഴും ഹാപ്പിയാണ്. ഇതിൽ നിന്ന് ഹാപ്പി ആവണമെങ്കിലും നിങ്ങൾ ഹാപ്പി ആവണമെങ്കിലും നിങ്ങൾ ഹാപ്പി. നിങ്ങൾ ഇങ്ങനെ പൊട്ട കാണുകയാണെങ്കിൽ അതിന്റെ പ്രശ്നമല്ല, നിങ്ങളുടെ പ്രശ്നം. തീർച്ചയായിട്ടും അത് ഓരോരുടെ കാഴ്ചപ്പാടാണ്. എന്തായാലും അടുത്ത വിവാഹത്തിന് ഞാനും ഉണ്ടാകും കൂടെ ഇൻഷാ അല്ലാഹ്. നമ്മൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇനിയും നമ്മൾ ഇവിടെ സ്ഥാപനം ദുബായിൽ തുടങ്ങിയിട്ടുണ്ട്. ഫാസ്റ്റ് ബിസിനസ് സെന്ററിലാണ് നമ്മുടെ സ്ഥാപനം. എപ്പോ ഇന്റർവ്യൂ ചോദിച്ചാലും എനിക്ക് പേടിയായി, ആളെന്തൊക്കെ ചോദിക്കാ എന്താ ഞാൻ പറയാന്നൊക്കെ ആലോചിച്ചിട്ട്. പക്ഷെ ഇന്നാടി കൂടെ എനിക്ക് ഭയങ്കര സന്തോഷമായല്ലോ അല്ലേ. ഞാൻ പണ്ടേ അറിയാറ്, ഞാൻ തൃശ്ശൂരുള്ളപ്പോ നമ്മൾ ഒരുമിച്ചായിരുന്നു ഉമ്മർക്കാട് കൂടെ. പിന്നെ എന്റെ ഉമ്മർക്കാട് 3 പാട്ട് കഴിഞ്ഞ് ആ 3 പാട്ടില് 3ാമത്തെ പാട്ട് ഇപ്പൊ 9.5 മില്യനായി. 3ാമത്തെ പാട്ട് 10 മില്യൺ അടിക്കാൻ പോകും. നമ്മൾ അതിന്റെ ഒരു ആഘോഷം ദുബായിൽ വെക്കാനും തീരുമാനിക്കുകയാണ് അല്ലെ. അത് ഉമ്മർക്ക് അറിഞ്ഞിട്ടില്ല, ഉമ്മർക്ക് ഇപ്പൊ അറിയും. നമ്മൾ ഇതോടുകൂടി നമുക്കൊരു ആഘോഷമാക്കണം. അത് അടിപൊളിക്കാൻ തന്നെ ഏറ്റെടുക്കണത് എല്ലാവരും നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നത്. അവരപ്പോ എന്താ കുഴപ്പം? അപ്പൊ അങ്ങനെ ഒന്ന് പിടിക്കാം, നമുക്ക് പൊളിക്കാം. നമ്മള് മൊത്തം ഡിജിറ്റൽ നമ്മളെടുക്കാം, നമ്മുടെ വകയും ഉണ്ടാവും.
ദുബായിലെ എന്ത് മൂവി പ്രൊമോഷൻ വന്നാലും എനിക്കൊരു മീഡിയ കമ്പനി ഉണ്ട്, ഞാൻ എൻ്റെ ഇടയിലൂടെ ഒരു മീഡിയ കമ്പനി. നമ്മളെന്താ മീഡിയ കമ്പനി അല്ലേ അത്? അതല്ല ഇൻഫ്ലുവൻസേഴ്സ് ഞാൻ ആ ഓക്കെ തീർച്ചയായിട്ടും പറഞ്ഞിട്ടു ഉറപ്പായിട്ടും. അപ്പൊ ഒത്തിരി സന്തോഷം. താങ്ക് യു.